ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് ഒരു പൊങ്കൽ വീഡിയോ ആണ്. രാവിലെ തന്നെ ഐസ്ക്രീം വണ്ടിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഫുൾ ചൂടായിരുന്നു. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊങ്കൽ വെക്കാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോൾ പൊങ്കൽ വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടുത്തെ ബാൻഡാണ്. ബാൻഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ അവിടെ പോയിരിക്കുകയായിരുന്നു. പിന്നെ പൊങ്കാലയൊക്കെ കഴിച്ചതിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം മാവിളക്ക് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ പോയി. മാവിളക്ക് എടുക്കുന്നത് ഇവിടെ ഇവിടേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിക്ക് പോയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈഷ്ണവും ലച്ചും സുധീഷ് ചാച്ചനും മീനൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വൈഷ്ണു ലച്ചും ആവളൊക്കെ എടുക്കണം പറഞ്ഞിട്ട് പറഞ്ഞാണ് താലം പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് വീടുകളിൽ നിന്ന് വന്നു തുടങ്ങി. നമ്മൾ ആദ്യം ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൊട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാവിളക്ക് എടുത്തിട്ട് അവൻ്റെ വീട്ടിലുള്ള പൂക്കളും എല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ എല്ലാവരും ഭയങ്കര പൊങ്കൽ വൈബിൽ നിൽക്കുമായിരുന്നു. വൈഷ്ണു ലച്ചൊക്കെ കുറച്ചു നേരം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. എനിക്ക് ചാടാനൊന്നും പറ്റിയില്ല. ഞാൻ മുന്നാട്ട് മാവൾക്ക് പിടിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ, അതിൻ്റെ ക്ഷീണം എനിക്ക് നെക്സ്റ്റ് ഡേ നന്നായിട്ടുണ്ടായിരുന്നു. കാലൊക്കെ നന്നായി വേദിച്ചു. നമ്മൾ കൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ സ്റ്റക്കായി നിൽക്കണ പോലെ നിൽക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കാലിലൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ എന്നാലും ഇങ്ങനെ പിടിച്ച് നിന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനെ ദൂരം കുറച്ചുള്ളെങ്കിലും ഇങ്ങനെ നിന്ന് മതിയായി. ഓക്കെ, കുറേ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് എത്ര മണിക്കാണ്? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് ഒരു 9:30 വരെ ഞങ്ങൾ നടക്കേണ്ടി വന്നു. പിന്നെ വൈഷ്ണു അതൊക്കെ വിട്ടിട്ട് പോയി. പിന്നെ അവിടെ ഡാൻസാണ്. ചേച്ചിമാരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. പിന്നെ വൈഷ്ണു ഭയങ്കര ശീലക്കേടായതുകൊണ്ട് പപ്പ അവളുടെ അടുത്ത് ഡാൻസ് കളിക്കലായിരുന്നു. അവിടെ എല്ലാവരും മീൻസ് ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അവിടെ ഡാൻസ് കളിക്കുകയായിരുന്നു. നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ അവിടെ നിന്ന് ചാടി. പിന്നെ ചാച്ചന്മാരെ എല്ലാവരും കൂടി ചാടുമായിരുന്നു. ഇത് മകേഷ് ചാച്ചൻ്റെ ഉണ്ണിയാണ്. ഓക്കെ, അപ്പോൾ പപ്പ അവനെയും തോളിൽ കയറ്റിയിട്ട് കുറേ ചാടലൊക്കെ ആയിരുന്നു. നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയതിന് ശേഷം എല്ലാവരും കൂടി ഡാൻസ് ആയിരുന്നു. ഓക്കെ, ഞാനും കാർത്തുവും എൻ്റെ ഫ്രണ്ട് കാർത്തു, അപ്പോൾ അവളും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് അപ്പുറത്ത് ഇരുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ചാടാനൊന്നും വയ്യായിരുന്നു. കാര്യം നല്ലോണം ഇതായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരും പിന്നെ അവർ ഫുള്ള് ഡാൻസ് കളിയായിരുന്നു. നമ്മുടെ പ്രമോദ് ചാച്ചനും പിന്നെ ഗ്രീഷ്മൻ്റെ ഒക്കെ ഫുൾ ഓണായിരുന്നു. പിന്നെ മകേഷ് ചാച്ചൻ്റെ ഉണ്ണീനെ പാപ്പൻ്റെ കയ്യിൽ കൊടുത്തു. അവർ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി. എല്ലാവരും ഫുൾ വൈബിലിരുന്ന് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ എന്താ പറയുക, കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ പറ്റിയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭയങ്കര കുട്ടികളും എല്ലാവരും ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ കൊട്ടും മേളയും എല്ലാം ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് കൂടുതലൊരു രസം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു വെടിക്കെട്ടുണ്ട്.
നമ്മുടെ ബാൻഡ് പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് കൊട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പടക്കം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഓലപ്പടക്കം ഉണ്ടായിരുന്നു, അത് പൊട്ടുന്നത് നമുക്ക് സൗണ്ട് മാത്രം ഉണ്ടായിരുന്നല്ലോ, കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല, സൗണ്ട് ചേർത്തിയിട്ടില്ല. പടക്കം നന്നായിരുന്നു പൊട്ടുണ്ടായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ല വ്യൂ ആയിരുന്നു, ഇരുന്ന് കാണുമായിരുന്നു. മാലപ്പടക്കം പൊട്ടുമ്പോൾ ഫുള്ള് ഒരു വലിയ ഇതായിട്ട് എല്ലാത്തിനും കൂടി ഒരുമിച്ച് കെട്ടിയിട്ട് നല്ല വലിപ്പത്തിൽ